ഇനി നമുക്ക് പ്രശസ്തനായ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണ സാറിൻ്റെ ചില വാചകങ്ങൾ കേൾക്കാം. ജീവിതം വിട്ട് കുറച്ചാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. ആ ഇലക്ഷൻ കിട്ടിയ ഒരു അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മേലെ നിന്ന് കണ്ടൊരു സമൂഹമല്ല, സമൂഹത്തിന്റെ അടിത്തട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വോട്ട് ചോദിക്കുന്നത് മനുഷ്യന്മാരോടല്ല എന്ന് വളരെ ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി. അവിടെ ഹിന്ദുക്കൾക്ക് കുറെ വോട്ടുണ്ട്, ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വോട്ടുണ്ട്, സഭയിൽ പോകണം, അച്ഛനെ കാണണം, അപ്പുറത്ത് മുസ്ലിങ്ങളുടെ വോട്ടുണ്ട്, പള്ളിയിൽ പോകണം, ഇപ്പുറത്ത് നായന്മാർക്ക് കുറച്ച് വോട്ടുണ്ട്, അപ്പുറത്ത് ഈഴവർക്ക് കുറച്ച് വോട്ടുണ്ട്. അതൊരു കുടുംബ കോളനിയാണ്, അവിടെ കുറച്ച് വോട്ടുണ്ട്. ഇതൊരു കുംഭകാര കോളനിയാണ്, കുംഭകാരന്മാർക്ക് 40 വോട്ടുണ്ട്. ഇങ്ങനെയാണ് പലപ്പോഴും വോട്ട് തേടിപ്പോയത്. എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. കാരണം മനുഷ്യരുടെ വോട്ട് ചോദിക്കാനില്ല, ജാതിയുടെയും മതത്തിന്റെയും വോട്ടുകളാണ് ചോദിക്കേണ്ടി വരുന്നത്. വോട്ട് ചോദിക്കുമ്പോൾ മാത്രമല്ല, കേരളം അതിവേഗം ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാൽ അറിയാതായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന ഭയം മുമ്പേ ഉള്ളതാണ്. അത് കൂടുതൽ എന്നെ രസിച്ചു എന്നൊരു സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. തോറ്റുപോയി. അതിനാണ് എൻ്റെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറേ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഒരു കഥയോ കവിതയോ എഴുതുന്നത് പോലെയല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ സാമൂഹിക ഇടപെടലുകളുടെ ഒരു കഥയും കവിതയൊക്കെ ഉണ്ട്. സാറെന്താ വിചാരിക്കുക, ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ജനങ്ങൾ മുഴുവൻ ഇല്ല കണ്ണാ വാ എന്ന് പറയുന്നത് പോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറേ ഓടിവായോ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് കരുതി ഓടി അടുക്കും എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങ് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ഒരാളാണ്. ഈ പൊതുപ്രവർത്തനം, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാഹിത്യ പ്രവർത്തനം പോലെയല്ല. അവിടെ നമുക്ക് ഈഗോ ഉണ്ടാകാൻ പാടില്ല, മുൻവിധികൾ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യരെ നമ്മൾ ഇടപെടാനും ഡീൽ ചെയ്യാനും ഒക്കെ പഠിക്കണം. ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മെമ്പറോ കൗൺസിലറോ പഴയ ചെയർമാനോ ഒക്കെ ആയിരുന്ന ഒരാളിനോടൊപ്പം മറ്റൊരാൾ ഈ മേൽവിലാസവും പേരുമൊക്കെ കരുണാകരനെ പോലൊരു രാഷ്ട്രീയക്കാരൻ്റെ മകളെന്ന മേൽവിലാസവും അവിടെ 2 തവണ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള പേരുമൊക്കെ ഉള്ള ഒരാളിനോടൊപ്പം എവിടെയോ കഥയോ കവിതയോ ഒക്കെ എഴുതിയിരിക്കുന്ന സാറ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ മത്സരിക്കാൻ ടിക്കറ്റ് തരാമെന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് അവിടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഞാൻ വെറുതെ അവിടെ വന്ന് നിന്നിട്ട് എന്തിനാണ്, ഞാൻ അവിടുത്തെ ആളുകൾക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അവിടുത്തെ ആളുകളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് ആ വഴിക്ക് പോകാതെ മാറി നടക്കുന്നതല്ലേ ഒരു മര്യാദ? സാർ എന്ത് പ്രതീക്ഷ അവിടെ പോയി നിന്നത്? അവിടെ പോയി നിന്ന് തോറ്റു കഴിയുമ്പോൾ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവരുണ്ട്, പള്ളിയിൽ അച്ഛനുണ്ട്, ചർച്ചിലെ പുരോഹിതനുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ സാർ ഇപ്പോഴാണോ അറിയുന്നത്? ഒത്തിരി കാലമായിട്ടുണ്ട്. ഭൂമിയുണ്ടായ കാലം മുതലുണ്ട്. മതങ്ങളും ജാതിയും അതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച വരുമ്പം പറയും പള്ളിയെടുത്ത് പോകണം, ഞായറാഴ്ച വരുമ്പം പറയും ക്രിസ്ത്യൻ പള്ളിയിൽ പോകണം, വേറെ അമ്പലത്തിൽ ഉത്സവം വരും പറയും അവിടെ സ്ഥാനാർത്ഥി പോകണം. അവരൊക്കെ ഉണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഹിന്ദു ആണോ എന്ന് നോക്കിയോ, മുസ്ലിം ആണോ എന്ന് നോക്കിയോ, ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയോ ആയിരുന്നില്ല ഈ ഇലക്ഷനിൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സാറിന് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ സാർ ഹിന്ദുവിനെ കണ്ടു, മുസ്ലിമിനെ കണ്ടു, ആയുധപുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിലൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ സാർ അവിടെ നിന്ന് ജയിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ പോലെ മണ്ണിൻ ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്നും, പിന്നെ യാതൊരു കാര്യവുമില്ലാതെ ഒന്നുമില്ലാതെ വെറുതെ വന്ന് നിന്നൊരാളങ്ങ് ജയിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന് എന്ത് സുഖമുള്ളത്, എന്ത് മര്യാദയുള്ളത്? സാർ ന്യായമായി ചോദിക്കണ്ടേ, എന്നെ എന്ത് കണ്ടാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നത്? എന്താണ് റീസൺ? വൈ ഷുഡ് ഐ കണ്ടസ്റ്റ് ദെയർ? ഞാൻ എന്തിനവിടെ മത്സരിക്കണം എന്ന് പോലും ചോദിക്കാത്ത സാറ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഹിന്ദുവിനെ കണ്ടു, മുസ്ലിമിനെ കണ്ടു, ക്രിസ്ത്യാനിയെ കണ്ടു, മനുഷ്യരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജാതിയിലും മതത്തിലുമൊക്കെ വിശ്വസിക്കുന്നവർ മനുഷ്യരാണെന്ന് തിരിച്ചറിയാത്ത ഒരു സാഹിത്യ സല്ലാപത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിലിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ആ ചിന്താഗതി മാറ്റിയില്ലെങ്കിൽ സാർ ഇപ്പം മാത്രമല്ല ഇനിയും ആവർത്തിച്ച് തോറ്റുകൊണ്ടേയിരിക്കും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ.
സോറി.